കാട് എപ്പോഴും വിസ്മയങ്ങളുടെയും അതിജീവനത്തിന്റെയും ഒരു ഇടമാണ്. അവിടെ നിയമങ്ങൾ ലളിതമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ വേട്ടക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇരയാണ്. ഈ കാട്ടുനിയമങ്ങളിൽ തന്റെ സമാനതകളില്ലാത്ത വേഗത കൊണ്ട് ചക്രവർത്തിയായി വാഴുന്ന ഒരു ജീവിയുണ്ട്. അതാണ് ചീറ്റപ്പുലി. ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ സസ്തിനിയെക്കുറിച്ചാണ് പറയുന്നത്. വെറും 3 സെക്കൻഡുകൾ കൊണ്ട് 0-ൽ നിന്നും 100 കിലോമീറ്റർ വേഗതയിലേക്ക് കുതിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ജീവി. ചീറ്റപ്പുലികളുടെ വേട്ടയാടൽ രീതി മറ്റു പുലികളിൽ നിന്നും സിംഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവ രാത്രിയല്ല, മറിച്ച് പകൽ സമയത്താണ് വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്നത്. ഉയരമുള്ള പുല്ലുകൾക്കിടയിലോ മൺതിട്ടകൾക്ക് മുകളിലോ ഇരുന്ന് ഇവ ഇരകളെ നിരീക്ഷിക്കുന്നു. അനുയോജ്യമായ ഒരു ഇരയെ കണ്ടെത്തിയാൽ വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അതിനടുത്തേക്ക് നീങ്ങും. ഏകദേശം 100 മീറ്റർ അടുത്തെത്തുമ്പോഴാണ് ചീറ്റ അതിന്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നത്. ഒരു മിന്നൽ പോലെ അത് ഇരയ്ക്ക് പിന്നാലെ പായുന്നു. ഇതിന്റെ നീളമുള്ള വാലും വഴക്കമുള്ള നട്ടെല്ലും ഓടുമ്പോൾ ദിശ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്നു. എന്നാൽ ഈ അതിവേഗ ഓട്ടം വലിയ ഊർജം ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഇരയെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചീറ്റ ആ വേട്ട ഉപേക്ഷിക്കും. ഇരയെ പിടികൂടി കഴിഞ്ഞാൽ ശ്വാസം വീണ്ടെടുക്കാൻ ചീറ്റയ്ക്ക് കുറച്ചു സമയം വിശ്രമിക്കേണ്ടി വരാറുണ്ട്. ഈ സമയം പലപ്പോഴും സിംഹങ്ങളോ കഴുതപ്പുലികളോ വന്ന് ഇവരുടെ ആഹാരം തട്ടിയെടുക്കാറുമുണ്ട്. മറ്റു പൂച്ചവർഗ ജീവികളെ പോലെ ഒന്നിച്ചു ജീവിക്കുന്ന സ്വഭാവം ചീറ്റകൾക്കില്ല. ആൺചീറ്റകൾ ചിലപ്പോൾ തങ്ങളുടെ സഹോദരന്മാരുമായി ചേർന്ന് ചെറുകൂട്ടങ്ങളായി ജീവിക്കാറുണ്ട്. ഇത് വലിയ ഇരകളെ വേട്ടയാടാനും സ്വന്തം പ്രദേശം സംരക്ഷിക്കാനും അവരെ സഹായിക്കുന്നു. എന്നാൽ പെൺചീറ്റകൾ തികച്ചും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. സ്വന്തമായി ഒരിടം കണ്ടെത്തി അവിടെ വേട്ടയാടി ഒറ്റയ്ക്ക് കഴിയുന്നു. മറ്റു ജീവികളെ പോലെ ഉച്ചത്തിൽ ഗർജിക്കാൻ ചീറ്റപ്പുലികൾക്ക് കഴിയില്ല എന്നത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ്. പകരം ഒരു ചെറിയ പൂച്ചയെ പോലെ ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ പക്ഷികളെ പോലെ ചീർപ്പ് ചെയ്യുകയോ ആണ് പതിവ്. പെൺചീറ്റയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടം അവളുടെ അമ്മയാകുന്ന കാലമാണ്. ഒരു പ്രസവത്തിൽ 3 മുതൽ 5 വരെ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ജനിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അന്ധരും തികച്ചും ദുർബലരുമായിരിക്കും. കാട്ടിലെ മറ്റു വേട്ടക്കാരിൽ നിന്നും, പ്രത്യേകിച്ച് സിംഹങ്ങളിൽ നിന്നും കഴുതപ്പുലികളിൽ നിന്നും സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നത് ഈ അമ്മയുടെ വലിയൊരു വെല്ലുവിളിയാണ്. ശത്രുക്കളുടെ കണ്ണുവെട്ടിക്കാനായി അമ്മച്ചീറ്റ തന്റെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും പുതിയ പുതിയ ഒളിവു സങ്കേതങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. കുഞ്ഞുങ്ങളുടെ പുറകിലുള്ള വെള്ളി നിറത്തിലുള്ള രോമങ്ങൾ അവയ്ക്ക് മറ്റൊരു പ്രകൃതിദത്തമായ ഒളിവ് വസ്ത്രം നൽകുന്നു. ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഹണി ബജർ എന്ന കുരനായ ജീവിയെ പോലെ തോന്നിപ്പിക്കും. അതുകൊണ്ട് മറ്റു മൃഗങ്ങൾ പെട്ടെന്ന് ഇവയെ ആക്രമിക്കാൻ മടിക്കുന്നു. ഏകദേശം 1.5 വർഷത്തോളം അമ്മ ചീറ്റ തന്റെ കുഞ്ഞുങ്ങളെ വേട്ടയാടാനും അതിജീവിക്കാനും പഠിപ്പിക്കുന്നു. അതിനുശേഷമാണ് അവ സ്വന്തം വഴിക്ക് പിരിയുന്നത്. വേഗതയുടെ ഈ രാജാവ് ഇന്ന് ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നായ്ക്കളെ എന്ന പോലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതിനാൽ ഇതിനെ വേട്ടപ്പുലി എന്നും വിളിക്കുന്നു. 500 മീറ്ററോളം ദൂരം മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ചീറ്റപ്പുലിക്ക് സാധിക്കുന്നു. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നിവിടങ്ങളിലായിരുന്നു ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ജനിച്ച 17 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കേവലം 25 ചീറ്റപ്പുലികൾ മാത്രമേയുള്ളൂ. ഇറാനിൽ 20 എണ്ണത്തിൽ താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആഫ്രിക്കയിലാകട്ടെ ഏതാനും 1000-വും. രണ്ടിടത്തും കുറഞ്ഞു വരുന്നതായും പൊതുവെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. മനുഷ്യരോട് ഇണങ്ങി ജീവിക്കാനും ഇവയ്ക്ക് കഴിയും. ഇന്ത്യയിലെ മുൻകാലത്തെ പല രാജാക്കന്മാരും ഇത്തരം ചീറ്റകളെ പരിശീലിപ്പിച്ച് കൂടെ കൂട്ടിയിരുന്നു. ചീറ്റപ്പുലികളെ സാധാരണ പുലികളിൽ നിന്നും തിരിച്ചറിയാൻ എളുപ്പം സാധിക്കും. ഉടലും കൈകാലുകളും വാലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നീളം കൂടുതലാണ്. മഞ്ഞ നിറമുള്ള ഉടലിൽ കറുത്ത കുത്തുകളാവും ഇവയ്ക്കുണ്ടാവുക. സാധാരണ പുലികളുടെ അടയാളങ്ങൾ ചന്ദ്രക്കല പോലെ ആയിരിക്കും. മേൽചുണ്ടിൽ തുടങ്ങി കണ്ണിന്റെ മുകളിൽ അവസാനിക്കുന്ന കറുത്ത പാട് ചീറ്റപ്പുലികളുടെ പ്രത്യേകതയാണ്. സിംഹം, കടുവ, പൂച്ച മുതലായവ നഖങ്ങൾ പൂർണ്ണമായും പാദത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്ന പോലെ ചീറ്റപ്പുലിക്ക് കഴിവില്ല. അതുപോലെ തന്നെ അലറാനും ചീറ്റപ്പുലികൾക്ക് സാധിക്കില്ല. പുറത്തു നിൽക്കുന്ന നഖങ്ങൾ ചീറ്റകൾക്ക് അതിവേഗത്തിൽ ഓടാൻ, നിലത്ത് പിടുത്തം കിട്ടുവാനും വളരെ ഉയർന്ന ത്വരണം നേടാനും സഹായിക്കുന്നു. അതിവേഗത്തിൽ ഓടുമ്പോൾ ഒരു ചുവടിൽ 8 മീറ്റർ വരെ ദൂരം കടന്നു പോകുവാൻ ഇവയ്ക്ക് കഴിയുന്നു. വഴക്കമുള്ള നട്ടെല്ലും വലിപ്പമേറിയതും ശക്തിയേറിയതുമായ ശ്വാസകോശങ്ങളും ഹൃദയവും കൂടുതൽ രക്തം ഒരു സമയം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള കരളും ബലമേറിയതും നീണ്ടതുമായ പേശികളും ചീറ്റയെ ഓട്ടത്തിന്റെ വേഗതയെ ഏറെ സഹായിക്കുന്നു.
പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഏകദേശം 65 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന ചീറ്റപ്പുലികൾക്ക് 1.35 മീറ്റർ വരെ നീളമുണ്ടാകും. വാലിന് 85 സെന്റിമീറ്ററോളം നീളവും ഉണ്ടാകും. ആൺപുലികൾക്ക് പെൺപുലികളെക്കാൾ അല്പം വലിപ്പമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് കാണുമ്പോൾ ഇവയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ജനിച്ചു വീണ പ്രദേശം ഇഷ്ടപ്പെടുന്ന ചീറ്റപ്പുലികൾ അവിടെ നിന്ന് പറിച്ച് മാറ്റപ്പെട്ടാൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വരെ ഈ ജീവിവംശത്തെ കനത്ത രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇന്ന് ചീറ്റപ്പുലികൾ പ്രധാനമായും ഉള്ളത്. ആഫ്രിക്കൻ ചീറ്റകളെ ഇന്ത്യൻ വനങ്ങളിൽ എത്തിക്കുന്നതിന് അനുമതി തേടിയ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമർപ്പിച്ച അപേക്ഷ മുമ്പ് സുപ്രീം കോടതി തള്ളിയിരുന്നു. പിന്നീട് അനുമതി തേടിയ ശേഷം ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിൽ നിന്ന് ചീറ്റകളെയും വഹിച്ചുള്ള പ്രത്യേകം വിമാനം 2022 സെപ്റ്റംബർ 17 മധ്യപ്രദേശിലെ ഗോളിയാറിലാണ് പറന്നിറങ്ങിയത്. 5 പെൺചീറ്റകളെയും 3 ആൺചീറ്റകളെയുമാണ് നമീബിയയിൽ നിന്ന് വിമാനത്തിൽ എത്തിച്ചത്. ഇതിനുശേഷം 2022 ജനുവരിയിൽ ചീറ്റകളുടെ കൈമാറ്റത്തിന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ധാരണയായതോടെ 2023 ഫെബ്രുവരി 18 കൂനോ ദേശീയോദ്യാനത്തിലേക്ക് 10 മണിക്കൂർ വിമാനയാത്രയിലൂടെ ദക്ഷിണ ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്ന് 12 ചീറ്റകളെ കൂടി ഗോളിയാറിലെത്തിച്ച ശേഷം കൂനയിലേക്ക് കൊണ്ടുവന്നു.